മനുഷ്യര് ജീവിതത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ അങ്ങനത്തെ സന്ദർഭങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ രോഗങ്ങളെ കൊണ്ടാവാം, സാമ്പത്തിക പ്രയാസങ്ങളാകാം, മാനസികമായിട്ടുള്ള വിഷമങ്ങളാകാം. പല കാരണങ്ങളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ആരും നമ്മളെ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന, വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും വന്നിട്ടുണ്ടാകാലോ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വഴിക്ക്, അത് ചിലപ്പോൾ നമ്മൾ അറിയുന്നവരാകാം, നമ്മളെ തീരെ അറിയാത്തവരാകാം, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകളാവാം, നമ്മളെ കൂട്ടിന്, നമ്മളെ സഹായത്തിനൊക്കെ ഏതെങ്കിലും വഴിക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു പുസ്തകമാണ് എൻ നൗഫൽ എഴുതിയിട്ടില്ല ഇനി പറയുമോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന് എന്ന ഹെഡിലുള്ള പുസ്തകം. ഇതിൽ അദ്ദേഹം പറയുന്ന കുറെ സംഭവങ്ങളാണ്, നടന്ന സംഭവങ്ങൾ. ജീവിതത്തിൽ ഇങ്ങനെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ സഹായങ്ങളും അതല്ലെങ്കിൽ സ്നേഹവും ഒക്കെ എത്തിച്ചേരുന്ന ചില സന്ദർഭങ്ങൾ, ചില സഹായഹസ്തങ്ങൾ. സഹായം സാമ്പത്തികമായിട്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, ഏത് നിലക്കാണോ അങ്ങനത്തെ സഹായങ്ങൾ എത്തുന്ന കഥകളല്ല, നടന്ന സംഭവങ്ങൾ. വളരെ വൈകാരികമായിട്ട് നമ്മളൊക്കെ കണ്ണുനീരിങ്ങനെ, സന്തോഷത്തോടെ നമുക്ക് കണ്ണുനീര് വരുമല്ലോ, അങ്ങനെ വരുത്തുന്ന ഒരു പുസ്തകമാണ് എൻ നൗഫലിന്റെ ഇനി പറയുമോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന് എന്ന് പറയുന്ന, പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നമുക്ക് വായിക്കാവുന്ന പുസ്തകം.